മൂവ്മെൻറ്റ് സ്പീഡ് പിന്നെ ഈ ഫയറിങ് ലോങ്ങുള്ള എനിമി അവരൊക്കെ അടിച്ചിട്ട് പോകുന്ന കുറച്ച് ടാസ്കുള്ള പരിപാടികളൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ പഠിപ്പിച്ചു തരാൻ പോകണം. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് തൊട്ടിട്ടാണ് പല്ലേക്ക് ഓപ്ഷൻ കിട്ടുക. ഞാൻ ആടുന്ന വീഡിയോസിന് ഓരോ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് സ്പീഡ് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് പഠിച്ചെടുക്കണം. ഞാൻ വീട്ടിലുണ്ടാകും, പക്ഷെ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാണ് ഞാൻ ട്രെയിനിലൊന്ന് കാണിച്ചു തരാം. ക്ലാസ്സിൽ ട്രെയിനിലാണ് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം ഈ സാധനം പറയും ഹാൻഡ് ക്യാം. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാകാം. പിന്നെ കുറച്ച് ഷോക്കാണ് ഹാൻഡ് ക്യാം പറയുന്നത്. നല്ല ഷോക്കായിട്ടാണ് ക്ലീനാണ് ഹാൻഡ് ക്യാം. അതുകൊണ്ട് തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എൻ്റെ ഇക്കാട്ട് വെച്ചിട്ടാണ് ഇതൊക്കെ ഹാൻഡ് ക്യാം. ഇദ്ദേഹം പഠിക്കുന്ന എൻ്റെ ഇക്കാക്കാണ് ഹാൻഡ് ക്യാം ഉണ്ടായിരുന്നത്. ഞാനൊരു അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇതൊക്കെ അങ്ങനെ ഹാൻഡ് ക്യാം ഉണ്ടാവില്ല. ഫസ്റ്റ് നമ്മൾ പുസ്തകം കാണിച്ചു തരാം. ഞാനൊക്കെ കൊടുത്ത് വരട്ടെ. ഫസ്റ്റ് നമുക്ക് ഇത് വേണം, നമുക്ക് എന്ത് വേണം അറിയാം. ഇതാണ് നമ്മളെ ഹ്യൂമൻ സ്പീഡ് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു എനിമി ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചില സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു എനിമി കയറി വന്നു. പെട്ടെന്ന് ഫുഡ് സ്റ്റെപ്പ് കിട്ടുന്നവരെന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ഇവിടെ കെടുക്കുക. പക്ഷെ അതിനെക്കാട്ടി നല്ലത് എനിമി അതുകൂടെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങാനും അതുകൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് വരാൻ പറഞ്ഞുതരാം. എന്താ പറയുക, ഇവിടെ എത്തി കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ബാക്ക് പിടിക്കുക. ബാക്ക് പിടിച്ചിട്ട് ഇവിടെ ഉള്ളിൽ കയറുക. അപ്പം എനിമി മതിൽ ചാടാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സ്പോട്ട് ചെയ്ത് വെച്ചിരിക്കുക, അടിക്കുക. ഓക്കെ, ഇത് സിമ്പിളാണ്. ഇത് നല്ല പ്രാക്ടീസാണ്. ഓക്കെ, പിന്നെ മൂവ്മെൻറ്റ്സ് കൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എനിമി ആയിരിക്കും. ലെവൽ 3 ഫസ്റ്റ് ഇട്ടിട്ട് ഇത് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഇരുന്നടിക്കുക. കാണിച്ചതാണ് അന്ന് ഫുള്ളായി കാണിച്ചതാണ്. അതെ, ഇതാണ് നമ്മുടെ ശരിക്കും മൂവ്മെൻറ്റ് സ്പീഡ് പറയുന്നത്. ഓരോ എനിമീസും വരാണെങ്കിൽ ഇങ്ങനെ കളിക്കുക. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മൂവ്മെൻറ്റ് സ്പീഡ് പറയുകയാണെങ്കിൽ. എനിക്കിത് പഠിച്ചതൊന്നും വേറെ എവിടെയല്ല, ഞാനത് യൂട്യൂബ് നോക്കി മാക്സിമം പഠിച്ചെടുത്ത് ഇതാക്കിയാണ്. പിന്നെ ഇത് ഹാൻഡ് ക്യാം വീഡിയോസൊക്കെ ഇടുകയാണെങ്കിൽ ഞാൻ പിന്നെ പൈപ്പിൽ കളിക്കണ കാരണം നല്ല സുഖമായിട്ട് കയറുന്നുണ്ട്. പിന്നെ നല്ല സുഖമായി സിമ്പിളായി കളിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ ഹാൻഡ് ക്യാം വെച്ച് വീഡിയോസൊക്കെ ഇടുക കാരണം എൻ്റെ ഫോൺ വേണ്ടി വരും. എൻ്റെ ഇക്കാൻ്റെ ഫോൺ വേണം, ഏതെങ്കിലും ഒരു ഫോൺ വേണ്ടി വരും. എൻ്റെ ഇക്കാൻ്റെ ഫോൺ എന്തെങ്കിലും പറ്റുള്ളൂ. ഞാൻ പഠിച്ചെടുത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇനി ലോങ്ങുള്ള എനിമീസിനെ അടിക്കുകയും ചെയ്യും. ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരാം. കണ്ടേ, നമ്മളിപ്പോൾ ഫസ്റ്റ് അടി കഴിയുമ്പോൾ ഫസ്റ്റ് ഗൺ പവർ കണ്ടോ. അപ്പോഴാണ് രണ്ടാമത്തെ അടിക്കാണ് രണ്ടാമത്തെ എന്താ പറയുക ഷോട്ട് കുറച്ച് വിട്ടിട്ടാണ് രണ്ടാമത്തെ ഫയർ കുറച്ചുണ്ടാവും. കൊണ്ടേ കുറച്ച് വിട്ടിട്ടാണ്. അപ്പം നിങ്ങളെന്താ ചെയ്യുന്നത്, ഇതിപ്പോൾ എനിമയായിരിക്കും. ഇതിപ്പോൾ എനിമയായിരിക്കും. നിങ്ങൾ അവരുടെ ബോഡിന്ന് വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ മാക്സിമം അവരുടെ ബോഡിമൊന്ന് വെച്ച് തുടങ്ങുക. ഓക്കെ, ഇവിടെ ബോഡിമൊന്ന് വെച്ച് തുടങ്ങിയാൽ അയ്യോ ഒന്നുമില്ലോ, എനിക്ക് ഇത്ര കൊള്ളുന്നുണ്ടോ. എൻ്റെ ചെറിയ ഫോണാണ്, അതുകൊണ്ട് അത്ര കൊള്ളു വരാം. എൻ്റെ അങ്ങനെ കുറച്ചൊക്കെ അടിക്കണം.
നിങ്ങളുടെ ഐഫോണൊക്കെ ആണെങ്കിൽ സിമ്പിളായി കൊള്ളും. എന്താണ് ഈ കണ്ണാണെങ്കിൽ സിമ്പിളായി കൊള്ളിപ്പിക്കുക കാണിച്ചാൽ അപ്പോൾ ഒരു എനിമി ഇത് കൂടെ ഓടുകയായിരിക്കും. ഇത് കൂടെ ഇങ്ങനെ ഓടുക. അപ്പോൾ നിങ്ങൾ അതിനെ അടിക്കാൻ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ കൊള്ളു കേട്ടോ. അടി കൂടെ വെച്ചിട്ട് കൊണ്ടോന്നറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ എനിമി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ അടിച്ചാലും പോകും കേട്ടോ. ഇത് ചില അടിയൊക്കെ കയറാറുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. അങ്ങനത്തെ ഓരോ ഹാൻഡ് ക്യാം വീഡിയോസൊക്കെ വേണമെങ്കിൽ താഴെ ഇങ്ങനത്തെ ഓരോ ഹാൻഡ് ക്യാം വീഡിയോസ് അല്ല, ഐ മീൻ അങ്ങനത്തെ ഓരോ മൂമെൻറ്റ്സ് വീഡിയോസൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെയായിരിക്കും ഞാൻ വെറുതെ കളിക്കാൻ എന്തിയാ വെറുതെ കളിക്കുക. അല്ലെങ്കിൽ സോളോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കോഡൊപ്പം നെവറുണ്ടെങ്കിൽ നെവറിനെ കളിക്കുക. നെവർ ടീമേറ്റ് ആക്കി അതൊരു എൻ്റെ സൗണ്ട് അത്ര കേൾക്കാണോന്ന് അറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫാൻ ഇട്ടിട്ടായിരിക്കും എൻ്റെ സൗണ്ട് ചിലപ്പോൾ കേൾക്കാം. ശരി ഇസ്മി ഗോഡല സ്ലോ ഗെയിമിംഗ് അല്ല ഇസ്മി ഗോഡല സ്ലോ ബൈ ബൈ.